ഓക്കെ മക്കളെ, അപ്പം നിങ്ങളുടെ മാത്സ് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ പരീക്ഷ നിങ്ങൾക്ക് ടഫായിരുന്നോ, മീഡിയം ആയിരുന്നോ? ഈസി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല ആർക്കും തന്നെ ഈ പരീക്ഷ ഈസി ആയിരിക്കും എന്നുള്ള കാര്യം. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഇടുക. ഈ വീഡിയോയിൽ നമ്മൾ വെറുതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വെറും ഇമോഷണൽ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയും, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മനസ്സിലാക്കേണ്ട, നിങ്ങളെല്ലാവരും +1 വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് നിങ്ങൾ ഇതിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു കമന്റ്സ് വന്ന കൂടുതൽ എന്തായിരിക്കും, ടഫായിരിക്കും, മാത്സ് പരീക്ഷ പൊട്ടി അല്ലെ പോയി എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു 90% കുട്ടികൾക്കും. കാരണം അങ്ങനത്തെ ഒരു പേപ്പർ ആയിരുന്നു. എങ്ങനത്തെ പേപ്പർ? അതായത് ഇത് എന്താണ്, ചതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേപ്പർ ഒന്നല്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരു മിനി ചതി ആയിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് മോഡൽ എക്സാം ഈസി, മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം എല്ലാം ഈസി, ഫൈനൽ എക്സാം മാത്രം അൺഎക്സ്പെക്ടഡ്ലി ടഫ് ആക്കി. ആൻഡ് ടഫ് എന്ന് പറയുമ്പോൾ ഇൻ സിലബസ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എവിടുന്നൊക്കെ എടുത്ത് ഔട്ട് ഓഫ് പാറ്റേൺ. ഓക്കെ, പക്ഷെ അതിൽ മോസ്റ്റ്ലി കഴിഞ്ഞ വർഷമൊക്കെ ആ ടഫ് ആയിരുന്നപ്പോഴും പക്ഷെ അത് NCERT-യിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നു, കുട്ടികൾ അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഈ വർഷം നമുക്ക് പേപ്പർ ടഫ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് NCERT-യിൽ നിങ്ങൾ ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ വിത്തിൻ NCERT ചിലത് NCERT-ന്റെ പുറത്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ഈ പേപ്പറിനെ ഒരു ചതി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പബ്ലിക് എക്സാമിന്റെ പേപ്പർ അല്ല. പബ്ലിക് എക്സാമിൽ പെട്ടെന്നൊന്ന് ഗവൺമെന്റ് ഒരു സർപ്രൈസ് ആയിട്ട് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തുക അല്ല ചെയ്തത്. നേരെ മറിച്ച് നിങ്ങൾ ബുദ്ധി ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സൂചനയാണ്, ഇതൊരു വാർണിംഗ് ആണ്. നിങ്ങളുടെ വാർണിംഗ് ആണ്. വാർണിംഗ് വളരെ സിമ്പിൾ ആണ്. ഗവൺമെന്റ് കൃത്യമായി നിങ്ങൾക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. പബ്ലിക് എക്സാം ടഫ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് പബ്ലിക് എക്സാം ഈ ലെവലിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ആയിരിക്കില്ല, ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ പബ്ലിക് എക്സാമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇനിയും നിങ്ങൾ ഇതൊന്നും വരില്ല, പരീക്ഷ ടഫ് ഈസി ആയിരിക്കും, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതി, യൂട്യൂബിലെ പരീക്ഷയുടെ തലേന്നുള്ള ലൈവ് മാത്രം കണ്ടാൽ മതി എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം കടുപ്പമായിരിക്കും, നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ മാർക്ക് കുറയും. നേരെ മറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ഇൻഫാക്ട് ആ കാര്യങ്ങൾ നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നതാണ്. ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ എത്രയോ പ്രാവശ്യം പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ആക്ച്വലി എന്താണ്, ഭയങ്കര ഈസി ഒന്നല്ലെങ്കിലും ഈസിയായിട്ട് A+ മേടിക്കാൻ, A+ വാങ്ങാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതേ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയും. കാരണം ഇപ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്നത്. സ്വന്തം എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ സീനിയേഴ്സിന് +1 ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ടഫ് ആകുമ്പോൾ നിങ്ങൾ ഇനി പഠിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കാര്യങ്ങൾ പറയാം, വളരെ സിമ്പിൾ ആണ് മക്കളെ സംഭവം. നിങ്ങൾ ഈ പരീക്ഷയുടെ തലേന്നുള്ള 1-2 ദിവസമൊക്കെ നമ്മുടെ ലൈവ് വ്യൂവേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതൽ കണ്ടില്ലേ? ആ ലൈവ് മാത്രമായിട്ടാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ മക്കളെ ഇതേ അവസ്ഥയായിരിക്കും പബ്ലിക് എക്സാം വരാൻ പോകുന്നത്. നേരെ മറിച്ച് സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ സീരിയസ്ലി ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകളും അതിൽ നല്ല നല്ല ലെവൽ ക്വാളിറ്റി ചോദ്യങ്ങളും പഠിച്ച് തന്നെ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, നമുക്കിനി മോഡൽ എക്സാമും ഉണ്ട്. അപ്പോൾ മോഡൽ എക്സാമിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടും, ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് നമുക്ക് പബ്ലിക് എക്സാം എഴുതാം. പക്ഷേ അതിന് ഒരേ വഴിയുള്ളൂ. ക്രിസ്മസ് എക്സാം നിങ്ങൾ കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ പഠിച്ചു കൊടുക്കണം. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ എക്സാമിനറിനെ +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ബാച്ചിലുള്ള സൗകര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് മാത്സിൽ NCERT-യിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ സോൾവ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ റിവിഷൻ ക്ലാസ് എടുത്തത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരാം. റിവിഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് പറഞ്ഞ് ടഫ് ലെവൽ എന്ന് പറഞ്ഞിടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ NCERT ബുക്കിൽ ഇല്ല, ഞാൻ തെരഞ്ഞു നോക്കി, പക്ഷേ ഇല്ല. അതൊക്കെ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാ, ടഫ് പരീക്ഷ ആയിരിക്കും വരിക, നിങ്ങൾ അതിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കണം. എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉപയോഗിച്ചവർക്ക് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഉജ്വൽ റിവിഷൻ ബാച്ചിൽ നടക്കുക. നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയും, മക്കളെ December 23 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുക. മാത്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഫിസിക്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതിൽ നിങ്ങളുടെ NCERT-യിൽ ഈ ലെവൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ അത് വരുന്നു. അപ്പം നിങ്ങളെ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട്
ആയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തവർ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ പ്രശ്നം എന്താ പറയുക, പലരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും, പക്ഷെ പ്രശ്നം എന്താണ് അവസാനം സംഭവിക്കുക, അവരെ ഒന്ന് ഫോളോ ചെയ്യില്ല, ആദ്യത്തെ 2 ദിവസം പഠിക്കും. ഓക്കെ, അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എന്താണ് A+ കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കോണം. അതായത് ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു പബ്ലിക് എക്സാമിനുള്ള വരാൻ പോകുന്ന പരീക്ഷയെ നേരിടാൻ നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല, അത് മാത്രമല്ല സൊല്യൂഷൻ, അതൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്കത് നന്നായിട്ട് തോന്നിയാൽ അത് ചെയ്യുക. ബാച്ചിൻ്റെ ഫീസൊക്കെ നിങ്ങൾക്കറിയാം, സ്റ്റഡി മെറ്റീരിയലും ഫീച്ചേഴ്സൊക്കെ അറിയാം, നിങ്ങൾക്ക് അത് നല്ലതാണെന്ന് തോന്നുക അത് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കാണാം. നിങ്ങൾ നല്ല അടിപൊളി ട്യൂഷനാണ് പോകുന്നത്, ആ ട്യൂഷൻ സാർ ഇതുപോലത്തെ ചോദ്യങ്ങൾ പഠിപ്പിക്കും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടെന്ന്. നിങ്ങളുടെ സ്കൂളിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങൾ ഒരു ട്യൂഷനും പോകണ്ട, ഒരു എക്സാമിനറും ബാച്ചും വേറെ ആരുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. ഇതുപോലത്തെ ഒരു പരീക്ഷയിൽ അടിപൊളി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മാർക്ക് നേടാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അതിലെ വൺ ഓഫ് ദി സൊല്യൂഷൻസ് ആണ് നമ്മുടെ ബാച്ച്. അത് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുകയാണ് നിങ്ങൾ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുക. കാരണം അത് നിങ്ങൾ കണ്ടെത്താതെ നമ്മൾ ഇനി വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ എളുപ്പമാണല്ലേ, ഈ കുറെ ക്വസ്റ്റ്യൻസ് ടഫാണ്, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല. അപ്പൊ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം ഒരേ ഒരു കാര്യമാണ്, പണിയെടുക്കാൻ റെഡി ആയിക്കോ. അത് മാത്സിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പരീക്ഷയിലും പണിയെടുക്കാൻ റെഡി ആയിക്കോ. പേടിപ്പിക്കുന്ന ഒരു ടോണിലാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് പേടി തോന്നാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. പേടിയില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യില്ല, പേടിയില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കുറച്ച് പേടിപ്പിക്കുന്ന ടോണിലാണ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ ആഗ്രഹമില്ല നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് വൃത്തികേടാക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയം കൊണ്ട് നിങ്ങളിങ്ങനെ മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ ആഗ്രഹമില്ല. മാത്രമല്ല പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് മുകളിൽ എക്സ്ട്രാ ഒരു പേടി തരാനൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഇത് മാത്രമേ എനിക്കിന്ന് പറയാൻ അറിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ നിങ്ങൾ ആക്ച്വലി സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുള്ളൂ, ഈ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളിത് മറക്കും. ഈ ഒരു എമോഷൻ ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇന്ന് മനസ്സിനുള്ളിൽ കുത്തിക്കയറ്റിക്കോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ പബ്ലിക് എക്സാമിന് ഈ വർഷം +1 മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഇത് ഗവൺമെന്റ് ഒഫീഷ്യലി ഓൾറെഡി നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പത്ര ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പരീക്ഷകൾ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പക്ഷേ +1 ഉദ്ദേശമല്ല പറഞ്ഞത്, ചെറിയ ക്ലാസ്സിന്റെ ഉദ്ദേശമാണ് പറഞ്ഞെങ്കിൽ പോലും ഓൾറെഡി +1ലും +2ലും കഴിഞ്ഞ ദിവസം ഫിസിക്സ് എക്സാം ഇതേപോലെ തന്നെയായിരുന്നു +2 നടന്നത്. അവിടെയൊക്കെ അവർ ചെറിയ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറയാണ് അലൻ സാർ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നതാണ് സാർ ഇത് കുറെ ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ, ഇത് ഫുൾ പ്രശ്നമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് പോലെ തോന്നും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, ഇവിടെ മോഡ് ഓഫ് X+1 ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാറ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു -1 പുറത്ത് വന്നാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. പക്ഷേ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻ ആണോ? അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വരച്ച് നമ്പറൊക്കെ എലിമിനേഷനിൽ ഇട്ട സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ കിട്ടും. അതേപോലെ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു തിയറം ഉണ്ട്, ഈ സെയിം ഫോർമുല ഇന്നേവരെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചില്ല എന്നുള്ളൂ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ 2 ബോയ്സ് ഇൻ എ റോ ഒരുമിച്ച് ഇരിക്കരുത്, ഇത് ഔട്ട് ഓഫ് സിലബസ് അല്ല. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളൂ, മിസ്സലീനിയസിൽ അവസാനം ഉണ്ട്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങളുടെ 2 പാരലൽ ലൈൻസ് അതിന്റെ ഇക്വിഡിസ്റ്റൻസ് ആക്ച്വലി വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ് NCERTയിലെ മിസ്സലീനിയസിലുണ്ട്, അവസാനമാണെന്നുള്ളൂ മിസ്സലീനിയസിലാണ്. ആൻഡ് കമ്മിങ് ടു ഈ എക്സെൻട്രിസിറ്റിന്റെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. എക്സെൻട്രിസിറ്റി ഓഫ് പാരബോള, എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സും ഹൈപ്പർബോളയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാരബോളന്റെ ഒരിക്കലും അവർ 0 ആണെന്നോ 1 ആണെന്നോ പറഞ്ഞിട്ടില്ല ടെക്നിക്കലി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, I⁻0 + I⁻10 ഈ ക്വസ്റ്റ്യൻ NCERTയിലില്ല, ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. ഇത് നേരെ NCERT എന്നല്ല. പക്ഷെ നിങ്ങൾ എൻ്റെ റിവിഷൻ ബാച്ചിലുള്ളവർക്ക് അറിയാം, ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഹയർ ലെവൽ ബുക്സ് എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ബേസ്ഡ് ഓൺ നമ്മുടെ കോൺസെപ്റ്റ്സ്. അപ്പം നിങ്ങൾ NCERT പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ നോട്ടത്തിൽ പേടിച്ചു, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ മക്കളെ, അപ്പൊ അവസാനം ഇത്രേ പറയാനുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എനിക്കറിയാം നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരിക്കും, ഇതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം പോലും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം മക്കളെ, അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവസാനമായിട്ട് മക്കളെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ +1 മാത്സിന്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിലും എല്ലാത്തിലും ഇത് മനസ്സിലാക്കി, ഇത് പോയല്ലോ പോട്ടെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി +1 ബേസിക് ആയിട്ട് ഈ മാത്സ് ഒക്കെ പഠിച്ച് ഇങ്ങനത്തെ ടഫ് ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ടഫ് ഉള്ളൂ എങ്കിൽ
നിങ്ങൾ കുറേ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ NCERTയിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, അതുകൂടാതെ അതിൻ്റെ മിസലേനിയസ് ചോദ്യങ്ങൾ, അതൊക്കെ എനിക്ക് ടഫ് ചോദ്യങ്ങൾ, അത് നിങ്ങൾ പഠിക്കുക. അത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൽ വളരെ കുറച്ച് പേരെ പെടുന്നുണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പോലും അവർ ഇപ്പോഴായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ പ്രോപ്പറായിട്ടെങ്കിൽ, മക്കളെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ മര്യാദക്ക് പ്രോപ്പറായിട്ട് ആദ്യം മുതൽ പഠിക്കുക. പ്രോപ്പറായിട്ട് എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ പഠിക്കാനുള്ള മാർഗ്ഗം കണ്ടെത്തുക. അതിൽ യൂട്യൂബിലെ വൺ ഷോട്ട് കാണുന്ന ഒരു വഴി മാത്രമാണ്. പക്ഷേ വൺ ഷോട്ടിലൂടെ ഈ ലെവൽ ചോദ്യങ്ങളൊന്നും അവിടെ കിട്ടില്ല. അത് ആദ്യമായിട്ട് ചാപ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ട് ചാപ്റ്റർ പഠിക്കാനും അതിൽ ബേസിക് ചോദ്യങ്ങളും പഠിച്ച് മാർക്ക് പരീക്ഷയിൽ എന്താണ് ഒരു 80%, ഇങ്ങനത്തെ പരീക്ഷയിലേക്കാണ് 70% മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണത്. ഇനി നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ എക്സാമിന് തരുന്ന സൊല്യൂഷൻ നമ്മുടെ ഉജ്വൽ ക്രാഷ് ബാച്ച് ആണ്. വേറെ എന്ത് സൊല്യൂഷനിലാണെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ എക്സ്ട്രാ ഭീകര ചോദ്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഒന്നും പഠിക്കാതെ ഒരു കോൺസെപ്റ്റ് അറിയാതെ നിങ്ങൾ കുറേ ഇങ്ങനത്തെ പോലെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് പരീക്ഷ മാർക്ക് കിട്ടാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ പബ്ലിക് എക്സാമിൽ നമ്മൾ ഈ പേടിക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് എക്സാമിൽ ഇതുപോലൊരു വീഡിയോ ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല മനസ്സിലാക്കിക്കോ, പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയാലും എന്ത് കരച്ചിൽ കരഞ്ഞാലും ഈ വർഷം കാര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം അത് കാര്യം ഉണ്ടാവാൻ കാരണം പബ്ലിക് എക്സാമിലാണ് ആദ്യമായിട്ട് ടഫാക്കിയത്. ഇത് ഗവൺമെന്റ് പറയും ഞങ്ങൾ പറഞ്ഞതാണ് ക്രിസ്മസ് എക്സാമിൽ, ഞങ്ങൾ പറഞ്ഞതാണ് മോഡൽ എക്സാമിൽ പരീക്ഷ ടഫായി വരുന്നു, നിങ്ങളത് മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രശ്നമാണെന്ന് അവരുടെ റിപ്ലൈ അന്ന് വരും. അപ്പം അന്ന് മക്കളെ ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ നിങ്ങൾ വകയുണ്ടാക്കരുത്. പഠിച്ചോളൂ. പഠിക്കാൻ റെഡിയായ കുട്ടികളുടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ടാവുന്നതായിരിക്കും, അതിൽ ഒരു സംശയമില്ല. അപ്പം ഇനി ചോയ്സ് നിങ്ങളുടെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അലൻസാർ ആൻസർ കീയുടെ വീഡിയോ അതിന് മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിലെ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ പഠിക്കും, നമ്മൾ തകർക്കും.